ആരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ഹദീസുകൾ കേട്ടവരല്ല. ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ഹദീസുകൾ കേട്ടവരാരാണ്? സഹാബിമാരാണ്. അതുകൊണ്ട് തന്നെ ഈ കൊച്ചു പ്രബോധക സംഘം നമ്മുടെ കേരളത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രദേശങ്ങളിലൂടെ ഓരോ സ്ഥലങ്ങളിലും ബഹുജന സംഗമം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹദീസ് സെമിനാറുകൾ എന്ന പേരിൽ. നിങ്ങളത് ശ്രദ്ധിക്കണം. അതിന്റെ സീഡികൾ വരുമ്പോ, അതല്ലെങ്കിൽ യൂട്യൂബുകളിൽ നിന്ന് ഏതൊക്കെ സംവിധാനങ്ങളിലൂടെ നമ്മുടെ നാട്ടിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഹദീസ് സെമിനാറുകളുടെ പ്രഭാഷണങ്ങൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനും കേൾക്കാനും നിങ്ങൾക്ക് സാധ്യതയുണ്ടോ? നിങ്ങളത് കേൾക്കണം. എന്തിനു വേണ്ടിയായി സൂചിപ്പിക്കുന്നത്? അത്രത്തോളം നമ്മുടെ നാട്ടിൽ ഹദീസ് നിഷേധ പ്രവണത വർദ്ധിച്ചു വരികയാണ്. ഇത് ചില്ലറ കാര്യമല്ല, ഇത് നിസ്സാരമായൊരു വിഷയമല്ല. അള്ളാഹുവിന്റെ ഒരു കൽപ്പന, അള്ളാഹ് അറിയിച്ചു കൊടുത്തൊരു കാര്യം മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ട് അത് അംഗീകരിക്കാൻ എനിക്ക് മനസ്സില്ലെന്ന് പറഞ്ഞാൽ അവനും ഇസ്ലാമുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് ഉണ്ടാവുക? ഒരു ഹദീസ് സ്വഹീഹാണോ ദഈഫാണോ എന്ന് പരിശോധിക്കാൻ പണ്ഡിതന്മാർ ചെയ്യുന്ന, എങ്ങനെയാണ് അവരത് വിധി കൽപ്പിക്കാറുള്ളത് എന്നാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുടെ സംരക്ഷണം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തതാണ്. അതിനു വേണ്ടിയുള്ള ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം ഈ ദുനിയാവിൽ സൃഷ്ടിച്ച് പടച്ചു. അതുപോലെ തന്നെ സനദുകളെക്കുറിച്ചും മത്തനുകളെക്കുറിച്ചും ആളുകളെക്കുറിച്ചും പ്രത്യേകമായി ചർച്ച ചെയ്യുന്ന ഗ്രന്ഥങ്ങൾ ഈ ഭൂലോകത്തുണ്ടാക്കിയതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൃത്യമായ ഈ സംരക്ഷണത്തിൻ്റെ ഭാഗമായി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എങ്ങനെയാണ് പണ്ഡിതന്മാർ ഒരു ഹദീസ് പഠിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഉദാഹരണ സഹിതം ഒരു ഹദീസ് ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ കിതാബിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, അദ്ദേഹത്തിൻ്റെ ഉസ്താദായ അഹ്മദ് ബിൻ ഹംബലിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഉസ്താദായ അബ്ദുല്ലാഹി ബിൻ മുഹമ്മദ് നുഫൈലി, ഇവർ രണ്ടുപേരിൽ നിന്നും ഈ ഹദീസ് കേട്ടിട്ടുണ്ട്. അവർ രണ്ടുപേരും മഹാനായ സുഫിയാൻ റഹിമഹുല്ലയിൽ നിന്നും, അദ്ദേഹം അബുൻ നദർ എന്ന് പറയുന്ന ഒരാളിൽ നിന്നും, പണ്ഡിതനിൽ നിന്നും, അദ്ദേഹം ഉബൈദുല്ലാ എന്ന് പറയുന്ന താബിഇൽ നിന്നും, അദ്ദേഹം അബൂ റാഫി എന്ന് പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബി, അതെന്ന് പറഞ്ഞാൽ ഉബൈദുല്ലാൻ്റെ ഉപ്പയാണ് അബൂ റാഫി, അറിയപ്പെട്ട സ്വഹാബിയാണ്. അദ്ദേഹം പറയുന്ന ഒരു ഹദീസ്, ഈ ഹദീസിൽ ഇമാം അഹ്മദ് തൊട്ട് റസൂലുള്ളാഹി പറയുന്ന ഭാഗത്തിനാണ് ഹദീസിൻ്റെ സനദ് എന്ന് പറയുക. അതുപോലെ നബി സല്ലല്ലാഹു ഈ സനദ് അവസാനിക്കുന്നിടത്തുനിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് അവസാനിക്കുന്നത് വരെയുള്ള ഭാഗത്തിനാണ് ഹദീസിൻ്റെ മത്ന് എന്നും പറയുക. പണ്ഡിതന്മാർ ഈ ഹദീസിനെ പരിശോധിക്കുമ്പോൾ പ്രധാനമായും ഈ ഹദീസ് പഠിക്കാൻ വേണ്ടി ചെയ്യേണ്ടുന്ന കാര്യം, ഈ ഹദീസ് എവിടെ നിന്നൊക്കെ കിട്ടി, എത്ര സ്വഹാബിമാർ ഉദ്ധരിച്ചു, ആ സ്വഹാബിമാരിൽ ആരൊക്കെ കേട്ടു, അവരിൽ നിന്ന് ആരൊക്കെ കേട്ടു, അങ്ങനെ അറിയപ്പെട്ട ഗ്രന്ഥങ്ങളിൽ എത്തുന്നത് വരെ, ബുഖാരി, മുസ്ലിം, ഇമാം തിർമിദി, അബൂദാവൂദിൻ്റെ ഗ്രന്ഥങ്ങളിൽ എത്തുന്നത് വരെയുള്ള എല്ലാ വഴികളും പരിശോധിക്കും. അവസാനമായിട്ട് ഹദീസിന് വിധി കൽപ്പിക്കുകയാണ് ചെയ്യുക. ഹദീസിൽ ഓരോ ആളുകളെക്കുറിച്ചും പരിശോധിക്കും. വലിയ ഒരു വിജ്ഞാന ശാഖയാണത്. ഈ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സ്വഹാബിയിൽ നിന്ന് വന്നു. അബൂ റാഫി എന്ന് പറയുന്ന സ്വഹാബിയിൽ നിന്ന് വന്നു. അത് സ്വഹാബിയാണ്. അദ്ദേഹത്തിൻ്റെ മകനായ ഉബൈദുള്ള, അദ്ദേഹത്തിൽ നിന്ന് കേട്ട ആളുകൾ, അവരെ താഴ്ന്ന് കേട്ട ആളുകളെ കാണാം. നമ്മൾക്ക് ഈ ഹദീസിൻ്റെ ഒരു സനദ് മാത്രം എങ്ങനെ പരിശോധിക്കുന്നു എന്ന് ഒരു ഉദാഹരണ സഹിതം പഠിക്കാൻ വേണ്ടി മാത്രം ആ അബൂദാവൂദിൻ്റെ സനദിലുള്ള ആളുകൾ, അബൂദാവൂദിന് 2 ഉസ്താദുമാരുണ്ട് ഈ വിഷയത്തിൽ. ഒന്ന് ഇമാം അഹ്മദ്, 2 ഇമാം അബ്ദുല്ലാഹി ബിൻ മുഹമ്മദ്. അപ്പോൾ ഈ ഹദീസിനെ പഠിക്കുന്ന പണ്ഡിതന്മാർ ആദ്യം ചെയ്യുന്നത് ഇതിലുള്ള ഓരോ റാവിമാരെക്കുറിച്ചും കൃത്യമായി വിശകലനം ചെയ്യും. ഇമാം അഹ്മദിനെ കുറിച്ച്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഉസ്താദിൽ നിന്ന് കേട്ടിട്ടുണ്ടോ, അദ്ദേഹത്തിൻ്റെ ഉസ്താദിൽ നിന്ന് കേട്ടിട്ടുണ്ടോ, അങ്ങനെ ഓരോ റാവിമാരെക്കുറിച്ചും കൃത്യമായി പഠിക്കും. അതിന് ഇസ്ലാമിക ലോകത്ത് ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. ചില ഗ്രന്ഥങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇമാം ഇബ്നു ഹജർ അസ്കലാനിയുടെ തഹ്സീബു തഹ്സീബ് കാണാം, 8 വാള്യങ്ങളിലായി നമ്മൾ കാണും. ആ ഗ്രന്ഥത്തിലും ഇവരെക്കുറിച്ചുള്ള വിവരങ്ങൾ കാണാം. അദ്ദേഹം തന്നെ രചിച്ച തഖ്രീബു തഹ്ദീബ് എന്ന് പറയുന്ന ഗ്രന്ഥവും ഈ തഹ്ദീബിൻ്റെ ഒരു ചുരുക്ക രൂപമാണ്. അവസാനമായ ഒരു റാവിയെക്കുറിച്ചുള്ള അവസാന വാക്ക് നമ്മൾക്ക് ഈ ഗ്രന്ഥത്തിൽ പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് ഗ്രന്ഥങ്ങൾ, ഇതല്ലാത്ത ധാരാളം ഗ്രന്ഥങ്ങളുണ്ട്, എല്ലാം പറയാൻ സമയമില്ല. ഇവിടെയൊക്കെ പരിശോധിച്ച് ഓരോ റാവിമാരെക്കുറിച്ചും കൃത്യമായി വിശകലനം നടത്തും. ശേഷം ഹദീസ് ലോകത്തെ പണ്ഡിതന്മാർ ഈ റാവിയെക്കുറിച്ച്, ഈ റിപ്പോർട്ടറെ കുറിച്ച് ജീവിതം പഠിച്ച്, അതേപോലെ തന്നെ അവരുടെ കുടുംബത്തെ പഠിച്ച്, അദ്ദേഹം ദീനുള്ളവനാണെന്ന് പഠിച്ച്,
അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും മുടി നാരിയെ കീറി പഠിച്ച് അദ്ദേഹം സ്വീകാര്യനാണോ അല്ലേ, ഇങ്ങനെ ഒട്ടനേകം കാര്യങ്ങൾ പഠന വിധേയമാക്കിക്കൊണ്ടാണ് ആ റാവി ഓക്കെയാണ്, അദ്ദേഹം സ്വീകാര്യനാണ് അല്ലെങ്കിൽ സ്വീകാര്യനല്ല എന്ന് തീരുമാനിക്കുന്നത്. ഒരു റാവി, ഒരു റിപ്പോർട്ടർ, അദ്ദേഹത്തിൻ്റെ മതപരമായ നിഷ്ഠ എന്താണ്, ദീനുള്ളവനാണോ ഇല്ലാത്തവനാണോ, ഈ ഹദീസ് പറയാൻ അദ്ദേഹത്തിന് എന്തെങ്കിലും താല്പര്യമുണ്ടോ, ഏതെങ്കിലും കക്ഷിത്വത്തിൽപ്പെട്ടിട്ടുണ്ടോ, അദ്ദേഹത്തിൻ്റെ മുറുഅത്ത് എന്താണ്, ഇങ്ങനെ ഒട്ടനേകം കാര്യങ്ങൾ പണ്ഡിതന്മാർ ചർച്ച ചെയ്യുകയാണ്. മുസ്ലിം ഉമ്മത്തിന് മാത്രമേ ഈ ഒരു പ്രത്യേകതയുള്ളൂ എന്നുള്ളത്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിലേക്ക് സ്വഹീഹായി എത്തുന്ന ഒരു പരമ്പരയും ജൂതന്മാർക്ക് കാണിക്കുവാൻ സാധ്യമല്ല. അതേപോലെ തന്നെ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് എത്തുന്ന ഒരു സ്വഹീഹായ പരമ്പരയും ബൈബിളിന്റെ ഇന്നാലിന്ന ഉദ്ധരണി അത് ഇന്നാലിന്ന വിശ്വസ്ത പരമ്പരയിലൂടെ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് എത്തുന്നു, യേശു ക്രിസ്തുവിലേക്ക് എത്തുന്നു എന്ന് ഒരു ക്രിസ്ത്യാനിക്കും പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ വിശ്വസ്തമായ പരമ്പര എന്നുള്ളത് ഇസ്ലാമിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ഈ സനദിൽ പറയപ്പെട്ട ആളുകളെ കുറിച്ച് ഒന്നുകൂടി നമ്മൾ പരിശോധിച്ചാൽ, ഇമാം അഹ്മദിനെ കുറിച്ച് പ്രത്യേകം പറയേണ്ടതില്ല. അല്ല, ഇമാം അഹ്മദിനെ കുറിച്ച് ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇമാം ഷാഫി റഹിമുള്ള പറഞ്ഞതുപോലെ ഇമാം ഫി സമാനി ഖിസാൽ, ഇമാം അഹ്മദ് എന്ന് പറയുന്നത് 8 കാര്യങ്ങളിൽ ഇമാമാണെന്നാണ്. ഹദീസിൽ ഇമാമാണ്, ഫിഖ്ഹിൽ ഇമാമാണ്, ഭാഷയിൽ ഇമാമാണ്, ഖുർആനിൽ ഇമാമാണ്, അതുപോലെ തന്നെ ഫഖറിൽ അതായത് സുഹദിൽ ഇമാമാണ്. അതുപോലെ ഈ സുഹദിൻ്റെ വിഷയം തന്നെയാണ് ഫഖർ, അതിൽ ഇമാമാണ്. വറയിൽ ഇമാമാണ്, സൂക്ഷ്മതയുടെ വിഷയത്തിൽ ഇമാമാണ്, സുന്നത്തിൻ്റെ വിഷയത്തിൽ ഇമാമാണ്. അങ്ങനെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് ഹദീസ് ഉദ്ധരിക്കാൻ യോഗ്യനാണ് എന്ന് പ്രത്യേകം പഠിപ്പിക്കേണ്ട കാര്യമല്ല. അതുപോലെ ഇമാം അബൂദാവൂദിൻ്റെ ഉസ്താദായ മറ്റൊരു ഉസ്താദായ അബ്ദുല്ലാഹി ബിൻ മുഹമ്മദ് നുഫൈലിയെ കുറിച്ച് ഇബ്നു ഹജർ അസ്കലാനി അദ്ദേഹത്തിൻ്റെ തഖ്രീബിൽ നമ്മൾ പെടുത്തിയത് അദ്ദേഹം സിഖത്തുൻ ഹാഫിൾ, ഹദീസ് ഉദ്ധരിക്കാൻ യോഗ്യനാണ്. ആ ഇമാം അസ്കലാനി റസൂലുള്ളാഹിനെ വിളിച്ച് പാടുകയാണ്, ചൊല്ലുകയാണ്, പറയുകയാണ്, യാ സയ്യിദർ റസൂലില്ലദീ ഫാഖൽ വറാ ബഅസൻ സമാ കുല്ലൽ വജൂദി വജൂദാ എന്നിങ്ങനെ ചൊല്ലിയിട്ട് പറഞ്ഞു, യർഖദി വറാഅതു മുദ്നിബിൻ മുതമസ്സികി ബിവലായികും മിൻ യൗമ കാന വലീദാ യർജു ബികൽ മഹയ السعيد وبعثه بعد الممات للنعيم شهيدا صلى عليك الله صلى عليك وسلم الله الذي أحيا بك الإيمان والتوحيد ഈമാനിനെയും തൗഹീദിനെയും സജീവമാക്കിയ നേതാക്കളുടെ നേതാവായ നബിയെ, എന്റെ ദുനിയാവിലെ കാര്യത്തിലും ആഖിറത്തിലെ കാര്യത്തിലും പാപിയായ എനിക്ക് സങ്കടം പറയാനുള്ളത് അങ്ങയോടാണ് നബിയേ. ഇമാം ബുഖാരിയുടെ സഹീഹുൽ ബുഖാരിക്ക് വ്യാഖ്യാനം എഴുതിയ ഇബ്നു ഹജറാനി ഈ ഇസ്തിഗാസ ചെയ്തത്.